ഹായ് ഹലോ, കാത്തിരുന്ന ദിവസം എത്തി എന്നൊക്കെ പറയൂലേ, അതുപോലെ എൻ്റെ മോള് കാത്തിരുന്ന ദിവസം എത്തി. ഈ പിള്ളേർക്കൊക്കെ ഒരു കുഞ്ഞു കാര്യം സാധിച്ചു കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ അവൾക്ക് സന്തോഷമുള്ള ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. മോള് പഠിക്കുന്ന സ്കൂളിൽ കോൺവെക്കേഷൻ പ്രോഗ്രാം ആയിരുന്നു. അതാരുടെയാ? UKG കുട്ടികളുടെ. ആ പ്രോഗ്രാമിൽ മോൾക്ക് അവളുടെ ഫ്രണ്ട്സിനും ഡാൻസ് കളിക്കാനൊരു അവസരം കിട്ടി. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവൾ. കാരണം ജാനിക്ക് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാനും മത്സരത്തിലൊക്കെ പങ്കെടുക്കാനും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾ അന്നത്തെ ദിവസം നല്ല എനർജറ്റിക്കായിരുന്നു. ഒരാഴ്ച മുന്നേ ഈ സംഭവം നടക്കുന്നത് മാർച്ച് 8-നാണ് പ്രോഗ്രാം. അപ്പം അതിനൊരാഴ്ച മുന്നേ ടീച്ചർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു, മോളെ കളിപ്പിക്കുന്നുണ്ടോ? ആനുവൽ ഡേക്ക് കളിച്ച സെയിം ഡാൻസാണ്, വേറൊരു പുതിയ ഡാൻസൊന്നും അല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്തായാലും അവൾക്കൊരവസരം കിട്ടുന്നതല്ലേ എന്നോർത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ മിസ്സേ, അവൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അടുത്ത് ആ കാര്യം പറഞ്ഞപ്പോഴേ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാണമ്മ, 2 ദിവസം കഴിഞ്ഞിട്ടാണോ 3 ദിവസം കഴിഞ്ഞിട്ടാണോ എന്നങ്ങനെ ചോദിക്കുമല്ലോ. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ ടൂർ പോകുമ്പോൾ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഓരോരോ ദിവസങ്ങൾ എണ്ണിയിരിക്കുമല്ലോ, അതേപോലെ അവൾ എണ്ണി ഇരിക്കുമായിരുന്നു. അങ്ങനെ അവളെ ഒരുക്കി ഫുഡൊക്കെ കൊടുത്ത് ഇരുന്നിട്ട് പ്രഭാത ആചാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി അവളെയും കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ടീച്ചറിനെ വിളിച്ചായിരുന്നു. 9 മണിക്കായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലായിടത്തും നടക്കും പോലെ 9 മണി എന്ന് പറഞ്ഞാൽ എന്തായാലും 10 മണിയാകുമല്ലോ. അതുകൊണ്ട് പതിയെ പോകാമെന്നൊക്കെ വിചാരിച്ച് അവളെ ഒരുക്കി പതിയെ 9:15 കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചെന്നപ്പം തന്നെ ദാണ്ടെ നമ്മുടെ വിശിഷ്ടാതികൾ അവിടെ നിരന്ന് നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജാനിയുടെ ഫ്രണ്ടിനെ അവൾ നേരത്തെ കണ്ടു കേട്ടോ. കയറി വരുന്നത് സ്വാതിക വന്നേന്ന് അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പോസ്റ്റായി നേരെ മോളെ അവരുടെ റൂമിലോട്ട് കൊണ്ടുപോയി. പിന്നെ കുറേ സുന്ദരി കുട്ടികൾ ഉണ്ടായിരുന്നു. ഇത് പ്രാർത്ഥനയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഡാൻസും, കുട്ടികളുടെ ഡാൻസും ടീച്ചർമാരുടെ പ്രസംഗവും ഒരു കുട്ടി പ്രസംഗത്തൊക്കെ ഉണ്ട്. അത് നമുക്ക് കേൾക്കാം. അങ്ങനെ ആ കുഞ്ഞു മോൻ്റെ നല്ല പ്രസംഗമൊക്കെ കേട്ട് ഇരുന്നപ്പോഴത്തേക്കും വേറെ നമ്മുടെ സ്വാതിക കുട്ടിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആരാണ് സ്വാതിക എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവളുടെ ഫ്രണ്ട്സിനെ ഒന്നും എനിക്കങ്ങനെ അറിയത്തില്ല. ഒരാളെ മാത്രം അറിയാം, ഐറ എന്ന് പറയുന്ന കൂട്ടുകാരിനെ. അവൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വെച്ച് വിളിക്കും. അതിൻ്റെ ഇടയ്ക്ക് ആ ഡാൻസ് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു കുട്ടി, അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു, അവനും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ നിർത്തി. അങ്ങനെ നമ്മളുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ആ ബാക്കിൽ നിൽക്കുന്ന ലാസ്റ്റിൽ പുറകിൽ നിൽക്കുന്ന ആളാണ് ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചർമാർ നേരെ വിളിച്ചുകൊണ്ട് പോയി ജ്യൂസൊക്കെ കൊടുത്തു. അതിൻ്റെ സന്തോഷത്തിൽ അതൊക്കെ കുടിച്ചിട്ട് വന്നിരുന്നു. അവളുടെ ഡാൻസ് കഴിഞ്ഞപ്പം തന്നെ ഈ നമ്മുടെ UKG പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും മെഡൽ കൊടുക്കുന്നതൊക്കെ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അത്രയേ ഉള്ളൂ.